നമ്മളെ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്താൽ ബിരിയാണി ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അതും കുക്കറിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ചെയ്യാൻ പറ്റും. ബിരിയാണിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് അരച്ചു മാറ്റി വെക്കുക. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് സവോള, ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, സൺഫ്ലവർ ഓയിൽ, കൂടെ തൈരും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി കട്ട് ചെയ്തതും അരപ്പും കൂടെ ചിക്കനും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മല്ലിയില, പുതിന, നാരങ്ങ നീര് ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എണ്ണ ചൂടാക്കി സവോള ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇനി അരി വേവിക്കാൻ വെള്ളം ചൂടാക്കി അതിലേക്ക് ഉപ്പ്, ലെമൺ സ്കിൻ, അല്പം എണ്ണയും ചേർത്ത് തിളപ്പിച്ചിട്ട് അരി ചേർത്ത് ഒരു 60% മാത്രം കുക്ക് ചെയ്ത് ഊറ്റിയെടുക്കുക. ഇനി നമുക്ക് റൈസ് ദം ചെയ്തെടുക്കാം. അവസാനം ഫ്രൈ ചെയ്ത സവോളയും അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഫ്രൈഡ് ഓയിൽ, ഗരം മസാല ഇത്രയും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് മാത്രം വേവിച്ച് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അരമണിക്കൂർ വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി റെഡി. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ രുചി ലാബ് യൂട്യൂബ് ചാനലുണ്ട്.